തമിഴ് മക്കൾക്ക് ഇനി അമ്മ ഓർമ്മ മാത്രം. ഇതേക്കനിക്ക് MGRന്റെ ചാരത്ത് അന്ത്യവിശ്രമം. കണ്ണീരണിഞ്ഞ ഒരു പകൽ നീണ്ട വികാരനിർഭര യാത്രാമൊഴികൾ ഏറ്റുവാങ്ങി പുരട്ചിത്തലൈവി ജയലളിത ഉജ്ജ്വല സ്മരണയായി. രാജാജി ഹാളിന്റെ മുറ്റത്ത് നിന്ന് അലങ്കരിച്ച പ്രത്യേക വാഹനത്തിലാണ് ജയലളിതയുടെ ഭൗതിക ശരീരം വിലാപയാത്രയായി മഹാസമുദ്രത്തിന്റെ തീരത്തൊരുക്കിയ കുടീരത്തിലേക്ക് എത്തിച്ചത്. ഭൗതിക ശരീരം വഹിക്കുന്ന വാഹനത്തിൽ ജയലളിതയുടെ തോഴി ശശികലയും അടുത്ത ബന്ധുക്കളും മാത്രം. പാതയുടെ ഇരുവശവും അമ്മയ്ക്ക് അന്ത്യോപചാരമർപ്പിക്കാൻ ലക്ഷങ്ങളാണ് തടിച്ചുകൂടിയത്. പാതയുടെ വശങ്ങളിലെ കെട്ടിടങ്ങൾക്കും മതിലുകൾക്കും മുകളിലും വൃക്ഷത്തലപ്പുകളിലും വരെ മക്കൾ അമ്മയ്ക്ക് പ്രണാമമർപ്പിക്കാൻ കാത്തിരുന്നു. മറീന ബീച്ച് അക്ഷരാർത്ഥത്തിൽ മനുഷ്യസാഗരമായി. MGR സ്മൃതി മണ്ഡപത്തോട് ചേർന്നാണ് അന്ത്യവിശ്രമമൊരുക്കിയത്. ഔദ്യോഗിക ബഹുമതികൾക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി. ജയലളിതയുടെ ആഗ്രഹപ്രകാരം MGRനെ സംസ്കരിച്ചതുപോലെ തന്നെ ചന്ദനത്തടിയിൽ തീർത്ത പെട്ടിയിലാണ് മൃതദേഹം അടക്കം ചെയ്തത്. ദേശീയ നേതാക്കളും ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അണമുറിയാത്ത ജനപ്രവാഹവും അന്ത്യചടങ്ങുകൾക്ക് സാക്ഷിയായി. അസ്തമയ സൂര്യനൊപ്പം തമിഴ്നാടിന്റെ വെട്ടവും അണഞ്ഞു. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി തമിഴ് രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്നതിൽ നിർണായക സ്വാധീനമായിരുന്ന ജയലളിത ഓർമ്മയായി. ജയലളിത എന്ന പേരും പുരട്ചിത്തലൈവി എന്ന വിളിപ്പേരും ഇനി ചരിത്രത്തിന്റെ ഭാഗം. CG കടയ്ക്കൽ, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.